ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കുറച്ച് ഇത് അരിമണിയൊന്നുമല്ല കേട്ടോ, നമ്മുടെ ചെടികളിലൊരു വിത്താണിത്. ഏതാണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ അടീനിയത്തിൻ്റെ വിത്തുകളൊക്കെയാണത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് നമ്മുടെ കയ്യിലൊരു ഫ്ലവർ വിരിഞ്ഞൊരു അടീനിയം നമ്മൾ ഇപ്പം അടുത്ത് അതിന് കളക്ഷൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ അങ്ങനെ ഫ്ലവർ വിരിഞ്ഞൊരു അടീനിയം എന്നല്ലേ. ഇതിനൊരു ചെറിയൊരു കുഞ്ഞി കഥയുണ്ട്, പറഞ്ഞുതരാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്ലവറുള്ളൊരു ചെടിയാണത്. അങ്ങനെ നമ്മൾ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ വിജയം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇതൊക്കെ അടീനിയത്തിൻ്റെ കട്ടിങ്സൊക്കെയാണ്. എന്തിനാണ് സംഭവം, നമുക്കൊരു ഗ്രാഫ്റ്റിംഗ് പരിപാടി നടത്തി വെക്കാം എന്ന് കരുതിയിട്ടാണ്. നമ്മൾ ചെയ്തപ്പോഴാണ് നമുക്ക് എത്ര വിജയം വരുന്നുള്ളൂ മനസ്സിലായതിട്ട്. അപ്പം ഇനി അടുത്ത പരീക്ഷണങ്ങളാവാമെന്ന് കരുതി. അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. മറ്റേത് പരീക്ഷണം വിജയിക്കില്ല എന്ന് ഉറപ്പുണ്ടാവുകൊണ്ടാണ് ധൈര്യമായിട്ട് നമ്മൾ സ്വന്തമായിട്ടൊന്ന് പരീക്ഷണം നടത്തിയത്. അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഈ അടീനിയത്തിന് എന്താണ് കഥ എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് കഴിഞ്ഞു. കുറച്ച് ദിവസം ഈ ചെടി കിട്ടിയിട്ടാണ്. അന്ന് എനിക്ക് ഗിഫ്റ്റായിട്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ച് വാങ്ങിയതാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് വാങ്ങി തന്നും ചെയ്തു കേട്ടോ. കാരണം വലിയ ചിലവൊന്നും ഇല്ലാത്ത പരിപാടിയാണല്ലോ എന്നുള്ളത്. കാരണം അത്രയും കാലം ചെടിക്കടൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് കൂടെ പോലും പോവാത്ത ആളാണ്. എനിക്കിത് മതിയെന്ന് പറഞ്ഞപ്പോൾ വേഗം വാങ്ങി തന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിലും നമ്മളെ ചുറ്റുപാടൊന്നും ഇല്ലാത്തൊരു വെറൈറ്റി വാങ്ങിയതാണ്. കാരണം കട്ടിങ്സൊക്കെ നമുക്കും അവർക്കൊക്കെ പിടിപ്പിച്ചാലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ തന്നെ ഈ ഫ്ലവർ ഉള്ളതാണ് വാങ്ങിയത്. ഈ ഫ്ലവർ അത്യാവശ്യം നല്ല നിൽക്കണമുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഏകദേശം 1 മന്തായി തുടങ്ങുന്നുണ്ട്. നമ്മുടെ വിജയം കണ്ടിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല 3 തളിർപ്പും വന്നിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിങ്സ് തല വെട്ടി കളഞ്ഞപ്പോൾ അതെടുത്ത് അവിടെ കുത്തിയതാട്ടോ ഈ തളിർപ്പ് വരുന്നത്. അതിൻ്റെ അടിയിലുള്ളത് കുഞ്ഞി അടീനിയത്തിൻ്റെ തൈയാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ വിത്ത് ബാക്കിയപ്പോൾ എല്ലാത്തൊക്കെ പറിച്ച് നട്ടിട്ടുണ്ട്. ഇത് മാത്രം പറിച്ച് നട്ടിട്ടില്ല. സിമ്പിളാണ് പറഞ്ഞാൽ സിമ്പിളാണ്. 2 കമ്പാണ് പിടിപ്പിച്ചത്. ഒന്ന് നമ്മളെ നോർമലി 2-3 കമ്പനാണ്. ഇതൊന്ന് സാധാരണ നമ്മളെ വിത്ത് മുളപ്പിച്ച അടീനിയത്തിനാലാണ് നമ്മളൊന്ന് പിടിപ്പിച്ചത്. അപ്പോൾ പിന്നെയും കട്ടിങ്സ് ഉണ്ടായപ്പോൾ നമ്മൾ കുറേ മുമ്പ് നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് അടീനിയം പിടിപ്പിച്ചതിൻ്റെ അവിടുന്ന് കിട്ടിയൊരു നമ്മൾ വാങ്ങിയ ഷോപ്പിൽ നിന്ന് അതിൻ്റെ ഒരു വിത്ത് വാങ്ങിയതാട്ടാ. വിത്ത് വാങ്ങിയതല്ല, അവരുടെ അടുത്ത് ചോദിച്ച് വാങ്ങിയതാണ്. ഇതിമേലാണ് ഇന്ന് പിടിപ്പിച്ചാൻ പോകുന്നതുള്ളത് പരിപാടി. 2 എണ്ണത്തിമേലാണ് നമ്മൾ 2 കളറാണ് നമ്മൾ കട്ടിങ്സ് കൊടുക്കുന്നുണ്ട്. ആ 2 ഇതിമേലും അതിമേലൊക്കെ ആയിട്ട് പിടിപ്പിക്കാമെന്നുള്ള പ്ലാനിലാണ്. എല്ലാവരും ഇങ്ങനെ പറയും ഭയങ്കര ടഫാണ് പിടിപ്പിക്കാൻ കാര്യങ്ങൾ എന്നൊക്കെ. എൻ്റെ അഭിപ്രായത്തിൽ നല്ല സുഖമായിട്ട് ഏറ്റവും സിമ്പിളാണ് കേട്ടോ പിടിപ്പിക്കാനെന്നാണ് ഞാൻ പിടിപ്പിച്ചത്. എനിക്ക് 2 എണ്ണം ഞാൻ പിടിപ്പിച്ചത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ടൈം ജീവിതത്തിൽ ആദ്യമായിട്ട് അടീനിയം നമ്മളെ വീട്ടിലെ എൻ്റെ കളക്ഷൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് അതിൻ്റെ കട്ടിങ്സാണ് നട്ടത്. അതിന് കണ്ട കുഞ്ഞൊരു തളിർപ്പിൻ്റെ പരീക്ഷണം നടത്താൻ എന്താ ഒരു പേടിയില്ലാത്ത എന്താ വെച്ചാൽ ഇതിൻ്റെ തലവെട്ടിക്കളഞ്ഞാൽ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇനിയും തുമ്പുകൾ വരും എന്നുള്ള ധൈര്യത്തിലാണ് കേട്ടോ. നമ്മൾ വെട്ടിക്കളഞ്ഞ തൂമ്പൊക്കെ അവിടെയും ഇവിടെയൊക്കെ നട്ടും പൊക്കിട്ടാ. ഇന്ന് നമ്മൾ ഏകദേശം 1 മന്തായി തന്നെ നമ്മൾ 2 എണ്ണം പിടിപ്പിച്ചില്ല എന്നാണിത്. ഇത് ഏകദേശം നല്ല തളിർപ്പന്നെ വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തന്നെയാണ് കട്ടിങ്സൊക്കെ. നമ്മൾ ഇതിലും ചെറിയ കട്ടിങ്സാണ് നമ്മൾ വെക്കണം എന്നുള്ള ഒറ്റ കണ്ടീഷനേ ഉള്ളൂ കേട്ടോ. നമ്മളതാ ചെയ്യലും. കാരണം ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് വലിയ പുകയത്തൊന്നുമില്ല. അതൊരു ഡബിൾ പെറ്റലിൻ്റെ ഒരു കട്ടിങ്സ്, നല്ലൊരു റോസ് പൂ പോലെ നല്ല റെഡ് കളറിൻ്റെ ഒരു കട്ടിങ് കൊണ്ടൊന്ന് പിടിപ്പിച്ചതാണ് കേട്ടോ. കാരണം നമ്മളിപ്പോൾ അത്യാവശ്യം വിത്തുകളൊക്കെ ഉണ്ടാക്കി ശേഖരണം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പല കളറും നമുക്ക് ഇതേമാതിരിക്ക് ഗ്രാഫ്റ്റിങ് തുടങ്ങാനല്ല. ഇത് നമ്മൾ ഫ്ലവർ വാങ്ങി അന്ന് നമുക്കിതിൻ്റെ ഒരു കട്ടിങ്സ് കിട്ടിയതാണ് കേട്ടോ. കട്ടിങ്സ് അവിടെ അല്ലാത്തന്നെ നമ്മളിങ്ങനെ ചോദിച്ച് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടൊരു ചെറിയൊരു കട്ടിങ്സ് എന്നാണ്. വിജയിക്കോ അല്ലയെന്നറിയില്ല. നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന് വെച്ചാണ് ഇന്നാണ് നമ്മളതിനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഏകദേശം ഇതൊക്കെ ഉണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്താണ് ഇതതിൻ്റെ കട്ടിങ്സൊക്കെ ഇങ്ങനെ വെറുതെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യണതിൻ്റെ കട്ടിങ്സ് നമ്മൾ നട്ടുവെക്കലുണ്ട്. ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് 2 എണ്ണം ഇതായതുകൊണ്ട് 2 ഡബർ. ഇതല്ല ശരിക്കും ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത്. ഇതിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത് ഈ ഗ്രാഫ്റ്റ് ചെയ്യണതിന് ഇതാക്കണതാണ്. പക്ഷെ നമ്മളെ കയ്യിലില്ലാഞ്ഞിട്ട് നമ്മൾ തൽക്കാലം അപ്പോൾ അത് ഫസ്റ്റ് തുടങ്ങണമല്ലേ ഉള്ളൂ. നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ എടുത്താണെന്നുള്ളൂ. എന്താണ് നമ്മളെ പരീക്ഷണം. ഡബ്ബർ നമ്മൾ ജസ്റ്റ് ചൂടാക്കിയതാണ്, അല്ലാതെ നമുക്ക് വേറെയുള്ളൊരു ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. ബ്ലേഡാണ് നമ്മൾ ഡബ്ബർ എന്ന് പറഞ്ഞു പോയത്. ബ്ലേഡ് നമ്മളത് ജസ്റ്റ് ചൂടാക്കിയെന്ന് അതിൻ്റെ ഇതൊക്കെ മാറ്റി വെച്ചതാണ്. നമ്മൾ മുമ്പ് ഗ്രാഫ്റ്റിങ്ങിന് എടുത്ത ബ്ലേഡാണ്. അത്യാവശ്യം നല്ല ബ്ലേഡ് തന്നെ ആവണം കേട്ടോ. അല്ല നമ്മളെടുത്ത് വേറെ വല്ല സാഫോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മളുള്ളത് കൊണ്ട് ഇങ്ങനെയാണ് ജസ്റ്റ് ഒരു ക്യാപ്സ്യൂളിൻ്റെ, അതായത് നമ്മൾ ഗുളികയില്ലേ, ഗുളികൻ്റെ ഒരു
റൗണ്ട് ലൈനായിട്ട് കുറച്ചും കൂടി ഹൈറ്റിലെടുത്തിട്ടുണ്ട്. ഒരു 3 ഇല വരുന്നൊരു 3-4 ഇല വരുന്നൊരു ഇതിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 3 അല്ല 4 ഇട്ടിട്ടുണ്ട്. ഏകദേശം നല്ല വാട്ടം വന്നിട്ടുണ്ട്. ഇത് പിടിക്കില്ല എന്ന ഒരു പ്രതീക്ഷയില്ല, കാരണം നല്ല വാടിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഒരു വൈകിട്ട് ഒരു 4 മണിക്ക് കൊണ്ടുവന്ന് വെച്ച് ഇന്ന് ഏകദേശം ഒരു ഉച്ചയായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ പരിപാടിക്കൊക്കെ ജസ്റ്റ് നോക്കണത്. എന്തായാലും വലിയ നഷ്ടമൊന്നുമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇതിൻ്റെ ഒരു ഏകദേശം ഇതേ റൗണ്ടിലുള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ധൈര്യമായിട്ട് പിടിപ്പിക്കണത്. നമ്മൾ ഈ കട്ടിങ്സൊക്കെ ഇവിടെ തന്നെ നടുട്ടാം, വെറുതെ അവനങ്ങനെ കുത്തി വെക്കും. അപ്പോൾ ചെറിയ പരിപാടിയുള്ളൂ, തല മാറരുത് എന്നുള്ളൂ കേട്ടോ. നമ്മൾ ഇട്ടിരിക്കുന്ന മാക്സി കൊണ്ടാണ് നമ്മളതിൻ്റെ ഒരു നീര് വരാണ്ട് തുടച്ച് കിട്ടാം. കാരണം എന്താ വെച്ചാൽ പഴയ മാക്സിയാണ്, കുഴപ്പമില്ലാത്ത അണുക്കൊന്നും ഇല്ലാതെ വലിയ കുഴപ്പമില്ലാത്ത മാക്സിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നീരൊക്കെ നല്ല കോട്ടൺ തുണി വെച്ചാൽ നമുക്ക് നല്ലൊരു തുണി വെച്ച് ഒപ്പിയെടുക്കണം കേട്ടോ. തല മാറാതെ ഫിറ്റ് ചെയ്യണം, അതാണ് നമ്മൾ ചെയ്തതിന് ആകെ ഒരു പരിപാടി കേട്ടോ. തല മാറാതെ ഉണ്ടാവില്ല. പിന്നെ ഇത് നല്ല വലിച്ചിട്ട് വേണം വെക്കാൻ. വലിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും, എൻ്റെ കയ്യിൽ നിന്ന് പോകും കേട്ടോ. നല്ല വലിച്ച് ഒന്നുകൂടി നല്ല വലിച്ച് സെറ്റാക്കിയിട്ട് വേണം ഇതാക്കാൻ. എന്നിട്ട് നല്ല ഡബ്ബർ കൊണ്ട് വെച്ച് നല്ല ടൈറ്റാക്കിയിട്ട് വെക്കണം കേട്ടോ. ഇളകരുത് എന്നാണ് ഇതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. നമ്മളിത് ടൈറ്റാക്കി ഡബ്ബറിട്ട് വെച്ചതിൻ്റെ ശേഷം ഇളകണില്ല എന്നുള്ള ഉറപ്പ് വരുത്താം. ഇളകുണ്ടെന്നുണ്ടെങ്കിൽ അത് പിടിക്കില്ല. പിന്നെ അതൊരിക്കലും നമ്മൾ കൈകൊണ്ട് തൊടുകയേ ചെയ്യരുത്. ഏകദേശം ഒരു 2 ആഴ്ചയോളം അത് മെയിൻറ്റെയിൻ ചെയ്യരുത്. ഇനിയിപ്പോൾ നനക്കുമ്പോഴാണെന്നുണ്ടെങ്കിലോ ആ കവറിൻ്റെ ഉള്ളിലേക്കൊന്നും വെള്ളമാവും ചെയ്യരുത് കേട്ടോ. അതാണ് നമ്മൾ ഏറ്റവും വെയിലില്ലാത്തൊരു ഏരിയയിൽ കൊണ്ടുപോയി വെക്കും വേണം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. കാരണം സിമ്പിളാണെന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, എന്നാലോ പിടിക്കാൻ വലിയ പണിയാണ്. ഞാൻ 2 പിടിപ്പിച്ചത്, അതിന് 1-2 ഒരേ കട്ടിങ്സ് തന്നെ ഉണ്ടാകും. അപ്പോൾ ഒരു സിമ്പിളായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതെന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല, കാരണം ഏകദേശം കുറേ ടൈം പിടിച്ചൊരു കമ്പുകളാണ് വെക്കണതും. ചിലരൊക്കെ പറഞ്ഞാൽ അങ്ങനെ വെച്ചാൽ പിടിക്കൂല, കാരണം അപ്പോഴേ വെക്കണം എന്നൊക്കെ ഞാൻ ഓരോ വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ഇത് വാടാതെ അതേമാതിരി പെട്ടെന്ന് തന്നെ ഇത് വെക്കണം എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പൊതുവേ എല്ലാവരുടെ കയ്യിലുള്ള പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം. വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത പാർട്ട് ഞാൻ എന്തായാലും ഇടുന്നതാണ്. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നല്ല ഡബിൾ പെറ്റലും എല്ലാം നമ്മളടുത്തില്ലാത്ത കളറുകളൊക്കെ കിട്ടുകയല്ലേ. നമ്മളെ ചുറ്റുപാട് തന്നെ ഉണ്ട് പല ഡബിൾ പെറ്റലും എല്ലാത്തും വെറൈറ്റി പല കളറുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് തന്നെ അത്യാവശ്യമൊക്കെ വെറൈറ്റി നമ്മൾക്ക് തന്നെ ശേഖരിക്കട്ടെ. കാരണം ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വിത്തിട്ടിട്ട് അത്യാവശ്യം തൈകളുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കഴിയണം കേട്ടോ, അത്യാവശ്യം വെയിറ്റ് ചെയ്യണം. കാരണം നമ്മളെ കയ്യിലില്ലാത്ത വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ കേട്ടോ. ഇപ്പോൾ ഏകദേശം കുഞ്ഞു തൈകളാണ്. ഇതിൻ്റെ നീര് വരുന്നത് ജസ്റ്റ് ഒന്ന് ഒപ്പിക്കളയണം കേട്ടോ. അങ്ങനെ 2ാമത്തെ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് നോക്കണേ. നല്ല സിമ്പിളാണ് പരിപാടി, പക്ഷെ നമ്മൾ അത്യാവശ്യം ടഫാണ്. ഇത് 2 വലിയ ആട്ടില്ല, പക്ഷേ ഇതിൻ്റെ തണ്ടൊക്കെ വാടി പോയിട്ടുണ്ട്, വളഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് തൊടാനോ പിടിക്കാനോ ഒന്നും വല്ലാതെ കയ്യൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ വളഞ്ഞങ്ങ് പോയിട്ടുണ്ട്. ഇതങ്ങനെ പിടിക്കില്ലെന്ന് ഒരു പ്രതീക്ഷയില്ല. ഇത് 100-ൽ ഒരു 5% പിടിക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത്ര വാടിയിട്ടുണ്ട്. കാരണം ഇത് വെള്ളത്തിലിട്ട് വെക്കേണ്ടതായിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇനി കാഴ്ചക്ക് സിമ്പിളാണ് പണി ചെയ്യണീനൊക്കെ കേട്ടോ, പക്ഷേ വലിയ പണിയില്ല. പക്ഷേ ഇത് തല മാറാതെ ലെവലാക്കി വെക്കണമെന്നേ ഉള്ളൂ. ജീവിതത്തിൽ ആദ്യമായിട്ട് വാങ്ങി തന്ന ഫ്ലവറാണ് കേട്ടോ സൈഡിൽ കണ്ടത്. ചെടിക്കടൻ്റെ ചുറ്റുപാടത്തൂടി പോകാത്ത ആളാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്കിനി ഇതിൻ്റെയൊക്കെ വെറൈറ്റികളൊക്കെ പിടിക്കാം. നമ്മളെ മറ്റുള്ളവരുടെ കയ്യിലില്ലാത്ത നമുക്കിതിൻ്റെ കട്ടിങ്സും കൊടുത്തിട്ട് ഓരോ കയ്യിലുള്ളത് നമുക്ക് വാങ്ങുകയും ചെയ്യാം. അങ്ങനെയൊക്കെ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടാണ് വാങ്ങിയത്. അങ്ങനെ ഗ്രാഫ്റ്റിംഗ് ഇത് വളഞ്ഞു പോയിട്ടുണ്ട്. എന്താ നീരോ എന്താന്ന് വലിയൊരു ഐഡിയകളൊന്നും ഇല്ല കേട്ടോ. കാരണം വാടിക്കൊണ്ട് അത്ര വാടൽ വന്നിട്ടുണ്ട്. മറ്റേത് നമ്മൾ ഫസ്റ്റ് ടൈം പിടിപ്പിച്ചത് പറഞ്ഞാൽ അങ്ങനെ വാടലോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇത് വലിയ കുഴപ്പമില്ല, അത്ര വാടലില്ല. എങ്കിലും നോക്കുക, ഇതാണ് നമ്മൾ കെട്ടിയോ വാങ്ങി തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവറാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഡേറ്റ് നല്ല ഓർമ്മ ഉണ്ടാവും. നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ ശേഷം നമ്മളങ്ങനെ പെട്ടെന്നൊന്നും പുറത്ത് പോയിട്ടില്ല. അത് ഡിസംബറിലായിരുന്നു. പിന്നെ ന്യൂ ഇയറിനാണ് നമ്മൾ ഫസ്റ്റ് പുറത്ത് പോയത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് ഇലാ ഗാർഡനില്ലേ, അങ്ങനെ ഇലാ ഗാർഡനിൽ നിന്ന് വാങ്ങിയതാണ്. എല്ലാ വെറൈറ്റികളും ഉണ്ടായിരുന്നു അത്യാവശ്യമൊക്കെ. അപ്പോൾ നമ്മൾ കിട്ടിയത് ജസ്റ്റ് ഒന്ന് വാങ്ങിയാണ്ട് പോന്നു എന്നുള്ളൂ കേട്ടോ. ഒന്ന് വാങ്ങാനുള്ള പറ്റുള്ളൂ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഒന്ന് വാങ്ങിയാണ്ട് പോകുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ടൈം പിടിപ്പിച്ചിരുന്നത്. അത് വേഗം പിടിച്ചു, തിരക്കടൊന്നുമില്ല.
എല്ലതും അതുപോലെ പിടിക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളതിൻ്റെ കട്ടിങ്സൊക്കെ വെച്ചിൻ്റെ ബാക്കി നമ്മളങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ നട്ടതൊക്കെ പിടിക്കണമുണ്ട് കേട്ടോ. ഇതിലാണ് ഏറ്റവും കൂടുതൽ കോഡക്സ്. ഇല മഞ്ഞ കളറാണ്. അതെന്താണെന്നറിയില്ല. പക്ഷേ ഇത് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 10 ദിവസമായിട്ടും ഫ്ലവറൊന്നും ആയിട്ടില്ല. ഇത് നമ്മൾ 2 നമ്മൾ കട്ട് ചെയ്തതിൻ്റെതും പിന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 എടുത്തിട്ട് വേണം കേട്ടോ. ഒന്നും വേറെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്താണ്. പക്ഷേ അതിനുള്ള ചെടിയില്ല. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ വെറുതെ കുത്തി വെക്കലാണ് പരിപാടി. പിടിച്ചാൽ പിടിച്ച് പോയാൽ പോയി തന്നെ അതിൽ. അങ്ങനെ ഈ വിത്തിൻ്റെ ഉള്ളിൽ എത്ര ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് നോക്കണം കേട്ടോ. അത് നല്ല ഉണക്കാനും വെക്കണം. വിത്ത് ഇതാക്കാൻ നമ്മൾ മുമ്പ് പാകിയതെല്ലാമാണ്. അന്ന് നമുക്കിതിൻ്റെ വിത്തിനൊരു പ്രാധാന്യം അറിയില്ലെന്ന്. ഇപ്പം നമുക്ക് ഏകദേശമൊക്കെ അന്ന് അങ്ങനെ കിട്ടിയതൊക്കെ നമ്മളെ ചുറ്റുപാടുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വിത്തുകളൊക്കെ. ഇപ്പം നമ്മളങ്ങനെ ചെയ്യണമൊന്നുമില്ല. നമ്മളെ കയ്യിൽ ഇപ്പം അത്യാവശ്യം ഓൽക്കും കൊടുത്തത് നമ്മളിനാട്ടി ഹൈറ്റിൽ വന്നിട്ടുണ്ട്. ഏകദേശം എല്ലാ ഹൈറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ കോഡക്സ് അങ്ങനെ വലുതായിട്ടില്ല. നമ്മളത് ചിലത് കോഡക്സ് നല്ല അല്പമുണ്ട്. ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടില്ല, ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തിലുള്ള. പക്ഷേ അല്പത്തിനും പലതിനും പല വ്യത്യാസങ്ങളാണ്. അങ്ങനെ നമുക്കിതൊക്കെ ഇനി ഗ്രാഫ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് പരീക്ഷണം വെച്ച് നടത്തിയത് കേട്ടോ. കാരണം ഇപ്പം നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസാണ്, നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള. ഫസ്റ്റ് തന്നെ ചെയ്തൊന്ന് പിടിച്ചതുകൊണ്ട് കേട്ടോ. നമ്മൾ കട്ടിങ്സ് വെച്ചതാണ് ഫസ്റ്റ് ടൈം. നമ്മൾ ആദ്യമായിട്ട് ഇത് നടത്തിയപ്പോൾ, അതായത് ഈ അടീനിയം നമ്മൾ കളക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റായിട്ട് ഒരു കട്ടിങ്സാണ് വെച്ചത്. അതിൽ 3-4 കട്ടിങ്സ് വെച്ചിൽ ഒന്ന് മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ഒരു റൂട്ടീൻ ഓർഡർ പോകണോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മൾ കവർ അങ്ങനെ ഊരിയിട്ടില്ലെങ്കിലും പെട്ടെന്ന് ഊരി പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അതാണൊന്നും ബേജാറൊന്നുമില്ല. നല്ല ഭംഗിയില്ല കാണാൻ. ഫ്ലവർ കാണുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു കുളിർമ തോന്നുന്നു. ഫസ്റ്റ് ടൈമായിട്ടല്ലേ ചെടി ഗിഫ്റ്റായിട്ട് കിട്ടുന്നതും. നമ്മൾ മുമ്പ് വിചാരിച്ചിന് ഓർക്കിഡൊക്കെ വാങ്ങുന്നു. പക്ഷേ ഓർക്കിഡൊക്കെ കാരണം നമ്മളെ മുമ്പ് ഒരാൾ പറ്റിച്ചതുകൊണ്ട് പിന്നെ അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ നമുക്ക് റീഫണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലാകെ വിത്തുണ്ട്. 17 വിത്താണ് കേട്ടോ. പക്ഷെ നമ്മളെ കയ്യിൽ മുമ്പ് ഫസ്റ്റത്തെ വീഡിയോയിലൊക്കെ എടുത്തിന് 100ഓളം വിത്തുകളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലാകെ വെറും 17. അങ്ങനെ പല വിത്തുകളിലും പല ഇതിലേക്ക് വരട്ടെ. ഇപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് നമുക്കൊരു ഫ്രണ്ട് നമ്മളെ ചെടി തരുന്നൊരു ടീം നമുക്ക് വേറെ വിത്ത് തന്നിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടില്ലേ, ഇതിൻ്റെ പെട്ടെന്ന് പാറുന്നുണ്ട് കേട്ടോ. വേഗം കാറ്റിൽ പാറുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വേഗം വിത്ത് എടുത്തുകൊണ്ട് വേഗം മാറ്റി വെച്ചാണ്. ആകെ ഇതാ വിത്ത് കിട്ടിയത് ഇതിന്. നമുക്ക് മുമ്പ് ഫസ്റ്റ് ടൈം നമ്മളിതിൻ്റെ ഇത് കിട്ടിയില്ലേ, അന്നൊന്നും നമുക്ക് വലിയ കുറച്ച് ഐഡിയ ഇല്ലേനു. ഇപ്പോഴാണ് ഐഡിയകളൊക്കെ കിട്ടിയത്. അന്ന് അത്ര എണ്ണിയിട്ടില്ല. പിന്നത്തിൽ നമുക്ക് 100 കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ 2 അയൽവാസിയാകുമ്പോൾ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നേ നമ്മൾ തന്നെ കൊണ്ട് വിത്ത് പാകിയതാണ്. എന്നുണ്ടല്ലേ, എന്താ അറിയില്ല, എൻ്റെ ഒരു മനസ്സിനൊരു കുളിർമ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് പൂ വരുന്നത്. നമ്മൾ കടയിൽ നിന്ന് ക്യാഷ് കൊടുത്ത് നമ്മൾ ചെടി ആദ്യമായിട്ടാണ് വാങ്ങണതും. വെറും 17 അത് നമ്മൾ ജസ്റ്റ് ഈ മണ്ണിൽ ഇങ്ങനെ ഒരു എംസാൻഡും മണ്ണും കൂടി മിക്സ് ആയതില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് നട്ടിങ്ങനെ വെക്കണം. ഇതിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടതാണ്. നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വരേക്കാനും വിചാരിക്കുന്നു. എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമ്മൾ നല്ലൊരു ചെറിയൊരു നനവ് നനച്ചിട്ട് ഇനി നനവ് മാറുമ്പോൾ മാത്രമാണ് ഇതിൽ നമുക്ക് ഇനി അടുത്തത് മാറ്റി എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇനി വരുന്നതിനനുസരിച്ച് ചെയ്യാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ. ഇത് എന്തിനാ വെച്ചാൽ കല്ല് വെച്ചിരിക്കണം. എന്തിനാ വെച്ചാൽ നമ്മൾ കാക്കച്ചി ചകിരിയൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ കൊത്തിയെടുക്കാനുള്ള പരിപാടികളുണ്ട്. ഇത് പിറ്റേന്നാണ് ഏകദേശം വാട്ടൊക്കെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഐ മീൻസ് നമ്മൾ വാടി വളഞ്ഞു പോയില്ലേനാ, ആ വളവൊക്കെ ഏകദേശമൊക്കെ ലെവലായിട്ടുണ്ട്. ഇതിൻ്റെ ഓരോരോ വെറൈറ്റി നമ്മൾക്ക് ഇനി ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തൈകൾ നമ്മളിങ്ങനെ വെച്ചിട്ടുള്ളത്. പ്ലാൻ ചെയ്ത് എത്രണ്ണം പിടിച്ചു പോകും എത്രണ്ണം ചീഞ്ഞു പോകുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇതിൻ്റെ ഒരു തലപ്പ് പോയി നമ്മളെ കൈ തട്ടിയതാണ് കേട്ടോ. അതിൻ്റെ 3 തൈകളിലും 3 തലപ്പിലൊന്ന് സങ്കടമുണ്ട്, എന്നാലും തിരക്കിടില്ല. നല്ല ഭംഗിയായിട്ട് തന്നെ ഇങ്ങനെ വലിയ ചിലവ് കാര്യങ്ങളൊന്നുമില്ല. ഇനി ഫ്ലവറൊക്കെ വിരിയുമ്പോൾ ഇവിടെ വെയിലുകൊണ്ട് തന്നെ നമുക്ക് നടക്കുള്ളൂ കേട്ടോ. നമ്മൾ ചെടി ഒന്ന് സെറ്റാക്കാൻ പോയതായിരുന്നു ഇവരുടെ അടുത്തേക്ക്. ജസ്റ്റ് ഇവിടെ ചെറിയൊരു വീഡിയോ എടുക്കാൻ ആൾക്കാർ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയപ്പോൾ നമുക്ക് തന്നാണ് അടീനിയത്തിൻ്റെ വിത്തിട്ടവർ സീഡ്. അടാറ് ഇപ്പം തന്നെ ഉണങ്ങി പാറിന് പോയിട്ട് ഇതൊക്കെ നമ്മൾ കൊടുത്തതായിരുന്നു കേട്ടോ. ഇതിൽ നല്ല റെഡ് കളറൊക്കെ നമ്മൾ കൊടുത്തായിരുന്നു. നമ്മൾ സെറ്റ് ചെയ്ത് പോതിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീഡിയോ എടുത്താണ്. വല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റണില്ല കാരണം പാല് വന്ന വയ്യ തന്നെ പോകുന്നുണ്ട്. ഇതാണ് അടീനിയത്തിൻ്റെ തൈകളും പലതും ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഏകദേശം 90ഓളം വിത്തുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഫസ്റ്റ് കാണിച്ചല്ലോ വിത്ത് 90 വിത്തുകളുടെ അടുത്തുണ്ട്. എന്നാണ് നമുക്കിനി ഇതൊക്കെ പാകേണ്ടത്. ഇതൊന്നും പാകിയിട്ടില്ല. അത് വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ. പിന്നെ കടുത്ത പട്ട്
വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യണം, എന്തെങ്കിലും മാറ്റണം.